മല്ലൂസ് കിച്ചണിലേക്ക് എല്ലാവരും ക്ഷണിക്കുന്നു. ഇന്ന് ഞാനൊരു പ്ലം കേക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനെന്തെല്ലാം വേണമെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഒരു 250 മെഷറിംഗ് കപ്പിൽ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം പഞ്ചസാര അതിൻ്റെ അളവ് ഒരു 1/2 കപ്പ് നമുക്ക് ഉരുക്കാനാണുള്ളത്. പിന്നെ ബാക്കി 1/2 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് കാണിക്കാം. പിന്നെ നമുക്ക് ബദാമും കശുവണ്ടി പരിപ്പും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊരു 50 ഗ്രാം എടുത്ത് വെച്ചിട്ടുണ്ട്. കറുത്ത മുന്തിരിങ്ങയും വെള്ള മുന്തിരിങ്ങയും ഒരു 50 ഗ്രാം എടുത്ത് വെച്ചിട്ടുണ്ട്, രണ്ടും കൂടെ. പിന്നെ കുറച്ച് ഈന്തപ്പഴമുണ്ട്, കുറച്ച് ചെറി ഇതിൻ്റെ അടിയിലുണ്ട്, അത് ഞാൻ കാണിക്കാം. അപ്പം നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള ബേക്കിംഗ് പൗഡർ 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഞാൻ വടിച്ചാണ് എടുക്കുന്നത്. 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 സ്പൂണ് ബേക്കിംഗ് സോഡ, നമുക്കൊരു അരിക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ പട്ടയും ഗ്രാമ്പും കൂടെ പൊടിച്ചതാണ്, അത് 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. നമുക്ക് എല്ലാം കൂടെ ഒന്ന് ജലിച്ച് കൊണ്ടുവരാം. ഇപ്പം നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ചട്ടി ചൂടായിരുന്നതേ, അതുകൊണ്ടാണ്. അപ്പം നമുക്ക് ഈ സമയത്ത് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ കശുവണ്ടി പരിപ്പും ബദാമും കൂടാണ്, അതിട്ട് കൊടുക്കാം. നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈന്തപ്പഴവും ചെറിയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ആറട്ടെ. സ്റ്റവ് ഓഫ് ചെയ്യാണ്. നമ്മൾ പഞ്ചസാര പൊടിച്ചതാണ്. ഇതിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഒരു സ്പൂൺ കേക്കിൻ്റെ വെനില എസൻസ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 മിനിറ്റ് കൂടെ നമുക്ക് അടിച്ചുകൊണ്ട് വരാവുന്നതാണ്. അപ്പം നമ്മുടെ കേക്കിൻ്റെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്, ആറി തണുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അടിച്ചു വെച്ചിരുന്ന മുട്ടയും സൺഫ്ലവർ ഓയിലും പഞ്ചസാരയും കൂടെ ഇതിലോട്ട് ഒഴിക്കാം. നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറേശ്ശെ മൈദ ഇട്ട് കൊടുക്കാം. മൈദ ഇട്ട് കൊടുക്കുവാണ്, കുറേശ്ശെ ഇട്ട് കൊടുക്കുക. നമുക്ക് ബാക്കിയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് കേക്ക് ടീനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മളിന്നത് സ്റ്റൗവിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു ബട്ടർ പേപ്പർ ഇട്ട് എണ്ണ തടവി വെച്ചിരിക്കുന്നതാണ്. നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബൗൾസൊക്കെ ഉണ്ടെങ്കിൽ മാറിപ്പോകാം. അപ്പം നമ്മൾ കേക്കൊക്കെ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിരുന്നു, ഒരു 15 മിനിറ്റ് ചൂടാക്കാൻ വെച്ചിരുന്നു. ഇപ്പം നമുക്കതിലോട്ട് ഇറക്കി വെക്കാം. ഇറക്കി വെച്ചിട്ട് നമുക്ക് മൂടി കൊടുക്കാം. ഇത് 40 മിനിറ്റിലിരുന്ന് 45 മിനിറ്റ് വരെയാകും നമുക്ക് കേക്ക് റെഡിയായി വരാൻ. അപ്പം നമ്മുടെ കേക്കെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗവിലിരുന്ന് ഇറക്കാം. നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം.
നമ്മുടെ പ്ലം കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്.